വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോസിനൊക്കെ ഒത്തിരി പോസിറ്റീവ് കമൻസ് ലഭിച്ചു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പോസിറ്റീവ് കമൻസ് ആൻഡ് പോസിറ്റീവ് റെസ്പോൺസ്. ആൻഡ് കുറേ പേര് കുറേ ഡൗട്ട് ചോദിച്ചു, എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട് ഈ കരിയർ ജേണി സ്റ്റാർട്ട് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നതിനെക്കുറിച്ചും. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ബേസ്ഡ് ഓൺ ദാറ്റ് ഐ ക്യാൻ ഡു എ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ ഒരു കരിയർ ജേണിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, ജസ്റ്റ് ഞാനൊന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പേര് ജസ്ന ബഷീർ. ഞാൻ നാട്ടിൽ ട്രിവാൻഡ്രത്താണ്. ഇപ്പോൾ UK സെറ്റിൽഡ് ആണ് വിത്ത് ഫാമിലി. ക്വാളിഫിക്കേഷൻ വൈസ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഒരു MTechഉം ചെയ്തിട്ടുണ്ട്. നാട്ടിൽ നിന്ന് തന്നെയാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ. UK വന്നതിന് ശേഷം ഒരു MS ചെയ്തു. സെയിം ഫീൽഡ് തന്നെയാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഇലക്ട്രിക്കൽ ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് മീ. ജോബിനെ കുറിച്ച് പറയുവാണെങ്കിൽ കംപ്ലീറ്റ്ലി ഓഫീസ് ബേസ്ഡ് വർക്കാണ് നമുക്ക് വരുന്നത്. ഡിസൈനിങ് സൈഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സും ഓഫീസ് ബേസ്ഡ് വർക്ക് അല്ല ചെയ്യുന്നത്. ബട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഡിസൈനിങ് ആയതുകൊണ്ട് നമുക്ക് കൂടുതലും വരുന്നത് ഓഫീസ് ബേസ്ഡ് വർക്കാണ്. ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് സൈറ്റ് വിസിറ്റ് വരുന്നുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിസൈനിങ് സൈഡിൻ്റെ പ്രോജക്റ്റ് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൈറ്റ് വിസിറ്റ് ആഴ്ചയിൽ 1 ഡേ ഉണ്ട്. പിന്നെ വരുന്നത് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഒരു നോർമൽ വർക്കിംഗ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. 9 to 5 ആണ് വർക്കിംഗ് ടൈം വരുന്നത്. മൺഡേ ടു ഫ്രൈഡേ. സാറ്റർഡേ സൺഡേ ഓഫാണ്. ഇതാണ് ഒരു ഇലക്ട്രിക്കൽ ഡിസൈൻ എഞ്ചിനീയറിൻ്റെ നോർമൽ വർക്കിംഗ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. എനിക്ക് UK-യിൽ ജോബ് കിട്ടുന്നത് ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമിലൂടെയാണ്. ഒത്തിരി ജോബ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ബട്ട് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ജോബ് പ്ലാറ്റ്ഫോമാണ്. നിങ്ങളൊരു ബിഗിനർ ആണ് അല്ലെങ്കിൽ ഫ്രഷർ ആണെങ്കിൽ ശരിക്കും ലിങ്ക്ഡിൽ ഒരു നല്ല പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. കാരണം ഒത്തിരി നെറ്റ്വർക്ക് കണക്ഷൻസ്, ഒത്തിരി പ്രൊഫഷണൽസിനെ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. മാത്രമല്ല കുറേ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ്, കുറേ കോഴ്സസ് ഒക്കെ നമുക്ക് ലിങ്ക്ഡിൻ വഴി ചെയ്യാം. നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കോഴ്സസ് ലിങ്ക്ഡിൻ ഓഫർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല സ്റ്റുഡൻ്റ് ആയിട്ടാണ് നിങ്ങൾ ഇവിടെ UK-യിൽ വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരിക്കലും നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. എഡ്യൂക്കേഷൻ ടൈമിൽ തന്നെ ജോബിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നല്ല CV ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എപ്പോഴും UK ഫോർമാറ്റ് അറിയാം. UK ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വാരി വലിച്ച് എഴുതുന്ന CV അല്ല. മറിച്ച് നമ്മുടെ അച്ചീവ്മെന്റ്സും സ്കിൽസും കാണിക്കുന്ന വളരെ ചുരുങ്ങിയ സെന്റൻസുകൾ, വളരെ ചുരുങ്ങിയ പേജുകളിൽ നിൽക്കുന്ന ഒരുതരം CV ആണ് നമ്മുടെ UK ബേസ്ഡ് CV എന്ന് പറയുന്നത്. സോ അത് മനസ്സിലാക്കി നല്ലൊരു CV ഉണ്ടാക്കുക, നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കുക. നിങ്ങളുടെ സ്കിൽസും അച്ചീവ്മെന്റ്സും കാണിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം കൂടിയാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. സോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും എഡ്യൂക്കേഷൻ ടൈമിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ കറക്റ്റ് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജോബ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് വീണ്ടും കൂടിപ്പോകും. കാരണം നമ്മുടെ എഡ്യൂക്കേഷന് ശേഷം വളരെ കുറച്ച് ടൈമായിരിക്കും നമുക്ക് കിട്ടുന്ന ഇവിടെ സ്റ്റേ ചെയ്യാൻ. സോ എഡ്യൂക്കേഷൻ ടൈമിൽ തന്നെ ജോബിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു സജഷൻ. സോ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ജോബ് കിട്ടണം എന്നുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് UK ഫോർമാറ്റ് CV. തേർഡ് വൺ ഈസ് ജോബ് പ്ലാറ്റ്ഫോംസ്. അറ്റ്ലീസ്റ്റ് ലിങ്ക്ഡിൻ എങ്കിലും നിങ്ങളൊരു ജോബ് പ്ലാറ്റ്ഫോംസിൽ നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ഒത്തിരി ജോബ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ബട്ട് അറ്റ്ലീസ്റ്റ് ലിങ്ക്ഡിൻ എങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഫോർത്ത് വൺ ഈസ് നെറ്റ്വർക്ക് കണക്ഷൻസ്. നമ്മുടെ പ്രൊഫഷണലിസമായിട്ടും നമ്മുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ടും ഒത്തിരി നെറ്റ്വർക്ക് കണക്ഷൻസ് കീപ്പ് ചെയ്യുക. ആൻഡ് എന്താണ് നമ്മുടെ CV എല്ലാ കമ്പനികൾക്കും, നമ്മുടെ ജോബിന് ഈക്വൽ ആയിട്ടുള്ള കമ്പനികൾക്കൊക്കെ അയച്ചു കൊടുക്കുക. അത് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ എന്ന് പറയാനുള്ളത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറേ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കാരണം കുറേ നോർമലി കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാം നമ്മുടെ എഡ്യൂക്കേഷൻ ടൈമിൽ പറ്റും. പിന്നെ കുറേ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാംസ് നമുക്ക് എൻക്വയറി ചെയ്യിക്കാം. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കുറേ സെമിനാർസുകൾ അറ്റൻഡ് ചെയ്യാം. പിന്നെ ഓൺലൈൻ കോഴ്സസ് ഉണ്ട്. നമ്മുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഓൺലൈൻ കോഴ്സസ് ഇന്ന് അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട് തന്നെ. അപ്പോൾ ആ കോഴ്സസ് ഒക്കെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കുറേ ഫ്രീ കോഴ്സസ് അവൈലബിൾ ആണ്. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലെ നിങ്ങൾക്കും കുറേ ഫ്രീ കോഴ്സസ് ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെയാണ് ശരിക്കും ഒരു ബേസിക് ഒരു പ്രിപ്പറേഷൻ എന്ന് നമുക്ക് പറയാനുള്ളത്. എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ജോബ് കിട്ടില്ല എന്ന് ചോദിച്ചാൽ യെസ് ഓഫ് കോഴ്സ് കിട്ടും. ബട്ട് ഈസി ആയിട്ട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് കിട്ടില്ല. ഓഫ് കോഴ്സ് നോ എന്ന് തന്നെയായിരിക്കും ഞാൻ പറയുന്നത്. കാരണം ജോബ് ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ കിട്ടുക എന്നുള്ളത് ഇത് ഈസി ടാസ്ക് അല്ല. പക്ഷേ നമ്മൾ കറക്റ്റ് ഗോൾ സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് കിട്ടുന്ന ഒരു ഫീൽഡ് തന്നെയാണ് എഞ്ചിനീയറിംഗ്.
ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഒരു സെറ്റ് ചെയ്ത ഗോൾസും ഞാൻ സഞ്ചരിച്ച കറക്റ്റ് പാത്തുമാണ് എന്നെ ഈ ജോബിലോട്ട് എത്തിച്ചത്. അപ്പോൾ നിങ്ങൾ ഏത് ഫീൽഡ് ആയിക്കോട്ടെ, സിവിലോ മെക്കാനിക്കലോ ബയോമെഡിക്കലോ അല്ലെങ്കിൽ ഏത് എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയാൽ പോലും ഒത്തിരി സ്കോപ്പാണ് ഇന്ന് യുകെയിലുള്ളത്. ഒത്തിരി ജോബ് വാക്കൻസീസ് ആണ് ഓപ്പൺ ആവുന്നത്. സോ അതിനനുസരിച്ച് നിങ്ങളുടെ ഒരു ഫീൽഡ് എന്താണോ അതിനനുസരിച്ച് ഗോൾ സെറ്റ് ചെയ്യുക. വൺ ബൈ വൺ സ്റ്റെപ്പിലോട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്യുക. ശരിക്കും ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ജോബ് കിട്ടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം യുകെയിൽ ഓരോ ഡേയിലും റിപ്പോർട്ട് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് എഞ്ചിനീയറിംഗ് ഫീൽഡിലെ ജോബുകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒത്തിരി ന്യൂ പ്രോജക്ട്സ് ആണ് യുകെയിൽ വരാൻ പോകുന്നത്. സോ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഡേ ബൈ ഡേ ഓരോ വാക്കൻസീസും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ യുകെയിൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നവരോട്, എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി വരുന്നവരോട് പറയാനുള്ളത്, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ഒരു ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ബ്രാഞ്ച് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്ക് നോക്കേണ്ടത് ഫ്യൂച്ചറാണ്. നമുക്ക് ഫ്യൂച്ചറിൽ നല്ല ജോബ് കിട്ടുന്ന മേഖല തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. യുകെയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഫീൽഡ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് തന്നെയാണ്. കാരണം AI, സൈബർ സെക്യൂരിറ്റി ഒക്കെ ഒരു ബൂം തന്നെയാണ് ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജോബ് വാക്കൻസീസ് ഉള്ളതും സോഫ്റ്റ്വെയർ ഫീൽഡിൽ തന്നെയാണ്. പിന്നെ വരുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. കാരണം ഇന്ന് യുകെ ഫോക്കസ് ചെയ്യുന്നത് റിന്യൂവബിൾ എനർജി ഇലക്ട്രിക് വെഹിക്കിൾസിലാണ്. സോ അതിലും ഒരു വലിയ ജോബ് പോസിബിലിറ്റീസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഒത്തിരി ന്യൂ പ്രോജക്ട്സ് ലൈക്ക് റോഡ്, ബ്രിഡ്ജസ്, അങ്ങനത്തെ കുറേ പ്രോജക്ട്സ്, സ്മാർട്ട് സിറ്റീസ് പോലുള്ള പ്രോജക്ട്സ് യുകെയിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സിവിൽ എഞ്ചിനീയറിംഗിലും ഒത്തിരി സ്കോപ്പ് ഉണ്ട്. പിന്നെ വരുന്ന ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫോളോഡ് ബൈ ബയോമെഡിക്കൽ. ബയോമെഡിക്കൽ എന്ന് പറയുന്നത് ഹെൽത്ത് കെയറിൻ്റെ ഒരു ഹൈലി ഡിമാൻഡ് എന്ന് പറയുന്നത് ബയോമെഡിക്കലിനെയും എഫക്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി ജോബ് പോസിബിലിറ്റീസ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിലും വരുന്നുണ്ട്. ഇതൊക്കെ ഒരു ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചസ് ആണ് ഇൻ യുകെ. അപ്പോൾ മാത്രമല്ല, നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു പഠിത്ത ടൈമിൽ തന്നെ നിങ്ങളുടെ ജോബിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ കമൻറ്റിലൂടെയോ ഒക്കെ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ന്യൂ പ്രൊഫഷണൽസിനോട് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മീ. ഇതൊക്കെയാണ് എൻ്റെ ഒരു കരിയർ ജേണിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കരിയറെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട്സോ അങ്ങനത്തെ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. ഐ വിൽ ഡു ദ വീഡിയോസ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വൺസ് അഗെയിൻ താങ്ക് യു.